السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وكفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والكرم والوفاء أما بعد. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കിതാബുൽ ഹിക്കം പഠിതാക്കളെ, കിതാബുൽ ഹിക്കം അൽ ഹിക്കമുൽ അതാഇയ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ പഠന പരമ്പരയിലെ 8ാമത്തെ എപ്പിസോഡാണ്. ഹിക്മത്ത് നമ്പർ 7. 7ാമത്തെ ഹിക്മത്തിൽ മഹാനായ ഇബ്നു അതാഇല്ലാഹി സക്കന്ദരി റഹിമഹുല്ല ഇപ്രകാരം പ്രസ്താവിക്കുന്നു: ലാ യുശക്കികന്നക ഫിൽ വഅദി അദമു വുഖൂഇൽ മൗഊദ് വഇൻ തഅയ്യന സമനുഹു ലിഅല്ലാ യകൂന ദാലിക ഖദ്ഹൻ ഫീ ബസീറതിക വഇഖ്മാദൻ ലിസരീറതിക. പതിവ് പോലെ നമുക്ക് ആദ്യം ഇതിലെ മുഫ്രദാത്ത് അഥവാ പദങ്ങളെ പരിചയപ്പെടാം. ലാ യുശക്കികന്നക, ശക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സംശയം. ലാ യുശക്കികന്നക, ശക്കക എന്ന് പറഞ്ഞാൽ സംശയത്തിൽ അകപ്പെടുത്തുക. ലാ യുശക്കികന്നക, നിന്നെ സംശയത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ, നിന്നെ സംശയത്തിൽപ്പെടുത്താതിരിക്കട്ടെ. ഫിൽ വഅദി, കരാറിൻ്റെ വിഷയത്തിൽ അഥവാ വാഗ്ദാനങ്ങളുടെ വിഷയത്തിൽ. ഫിൽ വഅദി, വാഗ്ദാനത്തിൽ എന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങളുടെ വിഷയത്തിൽ. വാഗ്ദാനങ്ങളുടെ വിഷയത്തിൽ, ഇവിടെ വാഗ്ദാനം എന്നർത്ഥമാണ്, കരാർ എന്നതിനേക്കാൾ കൂടുതൽ ആപ്റ്റാവുക. വാഗ്ദാനത്തിൻ്റെ വിഷയത്തിൽ. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ അതൊരു ജിൻസാണ്, വാഗ്ദാനങ്ങൾ എന്നർത്ഥം, ആ ഇനം. വാഗ്ദാനങ്ങളുടെ വിഷയത്തിൽ നിന്നെ സംശയത്തിൽ പെടുത്താതിരിക്കട്ടെ. എന്ത് സംശയത്തിൽ പെടുത്താതിരിക്കട്ടെ? അദമു വുഖൂഇൽ മൗഊദ്, വാഗ്ദത്തം നൽകപ്പെട്ട കാര്യം സംഭവിക്കാതിരിക്കുന്നത്. അൽ മൗഊദ്, വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം. വാക്ക് നമ്മൾ ഒരാൾക്ക് പ്രോമിസ് കൊടുക്കൂലേ, അതാണ് വഅദ്, പ്രോമിസ്. അൽ മൗഊദ് എന്ന് പറഞ്ഞാൽ വാക്ക് നൽകപ്പെട്ടത്, വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം എന്നർത്ഥം. വാഗ്ദാനം നൽകപ്പെട്ട കാര്യം. അദമു വുഖൂ, വുഖൂ എന്ന് പറഞ്ഞാൽ സംഭവിക്കൽ. അദമു വുഖൂ എന്ന് പറഞ്ഞാൽ സംഭവിക്കാതിരിക്കൽ. അപ്പോൾ അദമു വുഖൂഇൽ മൗഊദി, വാഗ്ദാനം നൽകപ്പെട്ട സംഗതി അതല്ലെങ്കിൽ കാര്യം, വാഗ്ദത്ത കാര്യം എന്നർത്ഥം. അൽ മൗഊദ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത കാര്യം. അദമു വുഖൂഇൽ മൗഊദി, വാഗ്ദത്ത കാര്യം സംഭവിക്കാതിരിക്കുന്നത് നിന്നെ സംശയത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ, വാഗ്ദാനത്തിൻ്റെ കാര്യത്തിൽ നിന്നെ സംശയാലുവാക്കാതിരിക്കട്ടെ. വഇൻ തഅയ്യന സമനുഹു, വഇൻ തഅയ്യന, നിജപ്പെട്ടാൽ പോലും. തഅയ്യന എന്ന് പറഞ്ഞാൽ കൃത്യമായാൽ പോലും എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് ഒരു വാഗ്ദാനം, നൽകപ്പെട്ട ഒരു വാഗ്ദാനം അല്ലെങ്കിൽ വാഗ്ദത്ത കാര്യം ഇന്ന സമയത്ത് പുലരണമെന്നുണ്ട്, ആ പുലരേണ്ട സമയം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സമയമാണെന്ന് നിശ്ചിതമായി. തഅയ്യന എന്ന് പറഞ്ഞാൽ നിശ്ചിതമാവുക. ഐന് എന്ന് പറഞ്ഞാൽ തടി അല്ലെങ്കിൽ വസ്തു എന്നൊക്കെ അർത്ഥം. ഐന്, തഅയ്യന എന്ന് പറഞ്ഞാൽ ആ കൃത്യസമയത്ത് അല്ലെങ്കിൽ ആ കൃത്യകാര്യം, ഇന്ന സംഭവം ഇന്ന നേരത്ത്. സമനുഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം. ഒരു കാര്യം നമുക്ക് വാഗ്ദാനം നൽകപ്പെട്ടു, ആ വാഗ്ദത്ത കാര്യം ഇന്ന സമയത്ത് പുലരണമെന്നുണ്ട്, ആ സമയത്താണ് പുലരേണ്ടത്. അങ്ങനെ പുലരണമെന്ന് സമയം നിജമായ നിശ്ചിതമായ സമയമാണ്. എന്നാൽ പോലും ആ നിശ്ചിത അല്ലെങ്കിൽ നിജമായ സമയത്ത് ആ വാഗ്ദത്ത കാര്യം പുലരാതിരിക്കുന്നത്, സംഭവിക്കാതിരിക്കുന്നത് ആ വാഗ്ദാനത്തിൻ്റെ വിഷയത്തിൽ നിന്നെ സംശയാലുവാക്കാതിരിക്കട്ടെ. പറഞ്ഞു വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. അത് നമ്മൾ പദങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് നിന്നെ സംശയത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ, സംശയാലുവാക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്? ലിഅല്ലാ യകൂന ദാലിക, അങ്ങനെ നീ സംശയാലുവായി പോകുന്നത്, നീ സംശയാലുവായി പോകുക എന്നത് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഖദ്ഹൻ, ഒരു വീഴ്ച അതല്ലെങ്കിൽ ഒരു ഭംഗം ആവാതിരിക്കാൻ വേണ്ടി. ഫീ ബസീറതിക, നിന്റെ ഉൾക്കാഴ്ചയിൽ ഒരു ഭംഗമാവാതിരിക്കാനാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ ഉൾക്കാഴ്ചക്ക് ഭംഗം വരുത്തുന്ന ഒരു ന്യൂനത, ഒരു വീഴ്ച ആവാതിരിക്കാനാണ്. വ ഇഖ്മാദൻ, അഹ്മദ എന്ന് പറഞ്ഞാൽ കെടുത്തുക, നിഷ്ഫലമാക്കുക, നിഷ്പ്രഭമാക്കുക. ലി നൂരി സരീറത്തിക്, നൂർ എന്ന് പറഞ്ഞാൽ വെളിച്ചം, സരീറ എന്ന് പറഞ്ഞാൽ ആത്മരഹസ്യം എന്നൊക്കെ പറയാം. നിന്റെ എന്താ പറയുക, അതുപോലെ നിയ്യത്ത്, ആത്മരഹസ്യം എന്ന അർത്ഥത്തിലൊക്കെ സരീറ എന്ന പദം. അപ്പം നിന്റെ ഉള്ള് അല്ലെങ്കിൽ നിന്റെ ഉൾ രഹസ്യം, നിന്റെ ആത്മരഹസ്യം, ഈ ആത്മരഹസ്യത്തിൻ്റെ വെളിച്ചം കെട്ടുപോവാതിരിക്കാൻ,
നിന്റെ ആത്മരഹസ്യത്തിൻ്റെ വെളി, ആത്മരഹസ്യം എന്ന് പറഞ്ഞാൽ അവിടെ ആത്മീയ വിജയം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നിന്റെ ആത്മവിജയത്തിൻ്റെ, ആത്മരഹസ്യത്തിൻ്റെ അല്ലെങ്കിൽ ഉൾപ്പൊരുളിൻ്റെ, അകംപൊരുളിൻ്റെ വെളിച്ചം കെട്ടുപോകാതിരിക്കാനും നിന്റെ ഉൾക്കാഴ്ചയ്ക്ക് ഭംഗം വന്നു പോകാതിരിക്കാനുമാണ് ഈ പറയുന്നത്. എന്തു പറയുന്നത്? വാഗ്ദാനങ്ങളിൽ നീ സംശയാലുവായി പോകരുത് എന്ന്. എന്ത് കാരണത്താൽ? വാഗ്ദത്ത കാര്യം അതിൻ്റെ നിശ്ചിത സമയം, അതിൻ്റെ സമയം നിശ്ചിതമാണെങ്കിൽ പോലും വാഗ്ദത്ത സമയത്ത് അത് പുലരാതിരിക്കുന്നത്, വാഗ്ദത്ത കാര്യം പുലരാതിരിക്കുന്നത് നിന്നെ സംശയാലുവാക്കാതിരിക്കട്ടെ ആ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ. ഇപ്പം നമ്മൾ പദങ്ങൾ ഇതുവരെ പറഞ്ഞത്, ആ പദങ്ങൾ, ഓരോ പദങ്ങളും വിശദീകരിച്ചതാണ്. ഇനി ആശയം പറയുമ്പോൾ കുറച്ചും കൂടി വ്യക്തമാവും. ആശയം ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഈ 7ാമത്തെ ഹിക്മത്തിൽ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്, അള്ളാഹു നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമുക്ക്, മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പല വാഗ്ദാനങ്ങളും ദുനിയാവിലുള്ളതാണ്, പല വാഗ്ദാനങ്ങളും ആഖിറത്തിലുള്ളതാണ്. എന്നാൽ ദുനിയാവിൽ പുലരേണ്ട പല കാര്യങ്ങളുണ്ട്, ആഖിറത്തിൽ പുലരേണ്ട പല കാര്യങ്ങളുണ്ട്. വകാന വഅദുല്ലാഹി മഫ്ഊല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പലയിടങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. അള്ളാഹിൻ്റെ വഅദ്, അള്ളാഹു ചെയ്ത പ്രോമിസ്, അത് മഫ്ഊലാണ്, അത് ഡൺ ആണ് എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞ് നിവർത്തിക്കപ്പെട്ടത്, പാലിക്കപ്പെടുന്നതാണ്. അള്ളാഹു വെറുതെ വാഗ്ദാനം ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് പ്രോമിസ് ചെയ്തിട്ട് പൊള്ളയായ വാഗ്ദാനം അള്ളാഹു നൽകുന്നവനല്ല. മായതുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളൊന്നും പൊള്ളയല്ല. വ്യാജമായ ഒരു വാഗ്ദാനവും ഒരു പ്രോമിസും അള്ളാഹു നൽകിയിട്ടില്ല, നൽകുകയുമില്ല. അങ്ങനെ പടച്ചവനെ പറ്റി പറയാനും വകാന സ്വാദിഖൽ വാഅദി, അള്ളാഹു തആല സ്വാദിഖുൽ വാഅദാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ, മുർസലീങ്ങളെ പറ്റിയൊക്കെ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു വിശേഷിപ്പിച്ചതും സ്വാദിഖുൽ വാഅദാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വാഅദിൽ അമീൻ, റസൂലുള്ളാഹിൻ്റെ ഒരു സിഫത്തും അതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പോലും സ്വാദിഖുൽ വാഅദാണ്, അമ്പിയാക്കന്മാരൊക്കെ സ്വാദിഖു അൽ വാഅദാണ്, അല്ലെങ്കിൽ ഓരോ നബിയും സ്വാദിഖുൽ വാഅദാണ്. അപ്പോൾ അള്ളാഹു തആല ആ പ്രവാചകന്മാരെ പറഞ്ഞു വിട്ട അള്ളാഹു പിന്നെ ഒരിക്കലും കാദിബുൽ വാഅദ് ആവില്ലല്ലോ. കല്ലാ വഹാഷ. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ പുലരാനിരിക്കുന്നതുമാണ്. എന്നാൽ വിഷയം എന്താണെന്ന് വെച്ചാൽ, മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, പലപ്പോഴും റബ്ബിൻ്റെ ചില വാഗ്ദാനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് പുലർന്ന് കാണണമെന്ന് നമ്മൾ ആഗ്രഹിച്ച, അല്ലെങ്കിൽ പുലരേണ്ട സമയമാണെന്ന് നമുക്ക് തോന്നിയ ആ സമയത്ത് പോലും അതെന്താവില്ല, ചിലപ്പം പുലർന്നു കാണില്ല. അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്, പക്ഷേ നമ്മൾ പുലർന്നു കാണുന്നില്ല. അപ്പോൾ ചില ആളുകൾ, നമ്മളെപ്പോലെയുള്ള ആളുകൾ, ഉൾക്കാഴ്ച കുറഞ്ഞു പോയ ആളുകൾ, അള്ളാഹുവിലുള്ള തവക്കുലും കാര്യങ്ങളെക്കുറിച്ച് ഗഹനമായി വീക്ഷിക്കാനുള്ള മാനസിക ശക്തിയും ഈമാനും സബറും യഖീൻ ഉറപ്പ് എന്ന് പറഞ്ഞ പോലെ ആ യഖീൻ ഉറപ്പ്, അതൊക്കെ കുറഞ്ഞ ആളുകൾ, അതല്ലെങ്കിൽ അതില്ലാത്ത ആളുകൾക്ക് നിരാശ വന്നു പോകും. അപ്പോൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെപ്പറ്റി അവർക്ക് സംശയമാകും. പടച്ചോൻ ഖുർആനിൽ കുറേ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതൊന്നും പുലർന്ന് കാണുന്നില്ലല്ലോ എന്നിങ്ങനെ നമുക്ക് ആദ്യം ഒരു സംശയം വരും. ആ സംശയം നമ്മെ പരാജയത്തിലെത്തിക്കും. കാരണം അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള സംശയം നമുക്ക് ഉണ്ടാക്കുക വലിയ അപകടമാണ്, വലിയ നഷ്ടങ്ങളാണ്. അത് നമ്മുടെ ഉൾക്കാഴ്ചക്ക് ഭംഗം വരുത്തും. അതുപോലെ നമ്മുടെ ഉൾപ്പൊരുൾ, നമ്മുടെ അകംപൊരുൾ, നമ്മുടെ ആത്മരഹസ്യം അത് കെടുത്തിക്കളയും. ആ ആത്മരഹസ്യത്തിൻ്റെ വെളിച്ചം അത് കെടുത്തിക്കളയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ ഇരുട്ട് പടർന്നു കയറും. അപ്പോൾ നമ്മുടെ ആത്മാവിനെ ഇരുട്ടത്താക്കുന്ന, അതിൻ്റെ വെളിച്ചം കെടുത്തിക്കളയുന്ന ഒരു പ്രവണതയാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാവുക എന്നുള്ളത്. ആ സംശയം നമുക്ക് ഉണ്ടാവൽ എങ്ങനെയാണ്? പലപ്പോഴും റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങളും പുലർന്ന് കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല, പുലർന്നതായിട്ട് കാണുന്നില്ല, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടതായിട്ട് കാണുന്നില്ല നമ്മുടെ കാഴ്ചയിൽ. അപ്പോൾ നമുക്ക് സംശയം തോന്നുക, അപ്പോൾ പടച്ചോൻ്റെ വാഗ്ദാനം ഇത്രയൊക്കെ ഉള്ളൂ, അതൊന്നും പുലർത്താനുള്ളതല്ല, അല്ലെങ്കിൽ പലപ്പോഴും പുലരുന്നില്ല, വെറുതെ അങ്ങ് പറഞ്ഞതാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെയുള്ള ഒരു സംശയം പോലും നമുക്കുണ്ടാവരുത്. ഇതാണ് മഹാനവറുകൾ പറയുന്നത്. അപ്പോൾ ലാ യുശക്കികന്നക ഫിൽ വഅദി അദമു വുഖൂഇൽ മൗഊദി, വാഗ്ദത്ത കാര്യം സംഭവിക്കാതിരിക്കുന്നു എന്നത്, വാഗ്ദത്ത കാര്യത്തിൻ്റെ സംഭവിക്കാതിരിക്കൽ, ആ വാഗ്ദാനങ്ങളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ വാഗ്ദാനത്തിൻ്റെ വിഷയത്തിൽ നിന്നെ സംശയാലുവാക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നീ സംശയിക്കരുത് എന്നർത്ഥം. ലാ യുശക്കികന്നക, നിന്നെ സംശയാലുവാക്കരുത്. എന്ത്? അതുമു വുഖൂഇൽ മൗഊദി, വാഗ്ദത്ത വിഷയം സംഭവിക്കാതിരിക്കൽ നിന്നെ സംശയാലുവാക്കരുത് എന്ന് പറഞ്ഞാൽ
വാഗ്ദത്ത വിഷയം സംഭവിക്കാതിരിക്കുന്നതിൽ നിനക്ക് സംശയം ഉണ്ടാവരുത്. വാഗ്ദത്ത വിഷയം സംഭവിക്കാതിരിക്കുന്നത് കാരണം നിനക്ക് റബ്ബിന്റെ വാഗ്ദാനങ്ങളിൽ സംശയമുണ്ടായി പോകരുത്. അതിൻ്റെ സമയം നിജമായാൽ പോലും, നിശ്ചിതമായാൽ പോലും, ഒരു നിശ്ചിത ഫിക്സഡ് പോയിന്റ് ഓഫ് ടൈമിൽ അള്ളാഹുവിൻ്റെ ആ വാഗ്ദാനം പുലരണം എന്നാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ റബ്ബ് വാഗ്ദാനം ചെയ്തത് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ പുലർന്ന് കാണുന്നില്ല, ആ വാഗ്ദാനം പുലർന്ന് നമ്മൾ കാണുന്നില്ല, നമ്മൾ അനുഭവത്തിൽ വരുന്നില്ല. അപ്പോൾ സാധാരണക്കാരായ നമുക്കൊക്കെ, ഈമാൻ കുറഞ്ഞ, യഖീൻ കുറഞ്ഞ മനുഷ്യന്മാർക്കൊക്കെ അള്ളാഹുവിൻ്റെ വഅദിൽ, വാഗ്ദാനങ്ങളിൽ സംശയം തോന്നും. അപ്പം അത്രയ്ക്കേ ഉള്ളൂ റബ്ബിൻ്റെ വാഗ്ദാനം. അതൊന്നും അത്ര ബലിഷ്ഠമായ, അല്ലെങ്കിൽ ഉറപ്പായും പുലരുമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന വാഗ്ദാനങ്ങളൊന്നും അല്ല അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ തോന്നുന്നത് അപകടമാണ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ബസീറത്ത് കുളം തോണ്ടും, നമ്മുടെ അകക്കാഴ്ച കെട്ടുപോകും, അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ആത്മവെളിച്ചം, നമ്മുടെ ആത്മപൊരുൾ അല്ലെങ്കിൽ ആത്മരഹസ്യത്തിൻ്റെ വെളിച്ചം കെട്ടുപോകും, നിഷ്പ്രഭമായി പോകും. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ അനവധിയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഒരുപാട് വാഗ്ദാനങ്ങൾ മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് വാഗ്ദാനങ്ങൾ. അത് ഒരുപാട് ദുനിയാവിൽ തന്നെയാണ്. ആഖിറത്തിലുള്ളത് അനേകം കാര്യങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് ഉദാഹരണങ്ങൾ പോലും പറയേണ്ട ആവശ്യമില്ല, അത്രയും വ്യക്തമാണ്. അള്ളാഹു തആല മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിൽ ചെയ്ത വാഗ്ദാനങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിലൂടെ, സാമ്പിളിന് വേണ്ടി, ഉദാഹരണത്തിന് വേണ്ടി കുറച്ച് ആയത്തുകൾ നമ്മൾ പരിശോധിക്കാം. സൂറത്ത് ഗാഫിർ 51-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അഷ്ഹാദ്. ഈ ആയത്തിൽ അള്ളാഹു തആല 2 തരം വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. 2 തരം എന്ന് പറഞ്ഞാൽ ഐഹിക ലോകത്തുള്ളതും പാരത്രിക ലോകത്തുള്ളതുമായ റബ്ബിൻ്റെ സഹായം വാഗ്ദാനം ചെയ്യാം. ഇന്നാ ലനൻസുറു റുസുലനാ, നിശ്ചയമായും നമ്മൾ നമ്മുടെ പ്രവാചകന്മാരെ നമ്മൾ നസ്ർ ചെയ്യും, സഹായിക്കും. വല്ലദീന ആമനു, അതുപോലെ വിശ്വാസികളെയും മുഅ്മിനീങ്ങളെയും നമ്മൾ സഹായിക്കും. ഫിൽ ഹയാത്തിദ് ദുനിയാ, ഭൗതിക ജീവിതത്തിൽ. വയൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷികൾ നിൽക്കുന്ന ദിവസത്തും എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിലും ആഖിറത്തിലും. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ മുർസലീങ്ങളെയും അതുപോലെ നമ്മിലും നമ്മുടെ മുർസലീങ്ങളിലുമൊക്കെ ഈമാൻ കൊണ്ട വിശ്വാസികളെയും മുഅ്മിനീങ്ങളെയും നമ്മൾ സഹായിക്കുക തന്നെ ചെയ്യും. ഇത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. സൂറത്ത് ഗാഫിർ ആയത്ത് നമ്പർ 51. ഇനി സൂറത്ത് ഇബ്രാഹീമിൽ നമുക്ക് കാണാം, വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. നാം നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിക്കും, അവർക്ക് ശേഷം എന്ന് പറഞ്ഞാൽ വേറൊരു ഖൗമിന് ശേഷം നിങ്ങളെ നാം അധിവസിപ്പിക്കും. ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. അതാർക്കുള്ളതാണ്? എൻ്റെ മഖാമിനെ ഭയപ്പെട്ടവർക്കും എൻ്റെ താക്കീതുകളെ ഭയപ്പെട്ടവർക്കുള്ളതാണ്. മറ്റൊരു ആയത്താണ് സൂറത്തുൽ ഖസസ് 285. വനുരീദു അൻ നമുന്ന അലൽ ലദീന ഇസ്തുദഅഫൂ ഫിൽ അർള് വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. വനുരീദു, നമ്മൾ ഉദ്ദേശിക്കുന്നു, അൻ നമുന്ന അലൽ ലദീന ഇസ്തുദഅഫൂ ഫിൽ അർളി, ഭൂമിയിൽ ബലഹീനരാക്കപ്പെട്ട, ദുർബലപ്പെടുത്തപ്പെട്ട, ദുർബലരായി ഗണിക്കപ്പെട്ട അല്ലെങ്കിൽ ദുർബലവൽക്കരിക്കപ്പെട്ടവർക്ക് നാം ഗുണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ ഉദ്ധാനം ചെയ്ത് അവരെ മോചിപ്പിച്ച് അവർക്ക് രക്ഷ കൊടുക്കാനും, വനജഅലഹും അഇമ്മ, അവരെ നേതാക്കളാക്കാനും സാരഥികളാക്കാനും ഇമാമുമാരാക്കാനും, വനജഅലഹുൽ വാരിസീൻ, അവരെ അനന്തരമെടുക്കുന്നവരാക്കാനും എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ദുർബലമാക്കപ്പെട്ടവർ, അടിച്ചമർത്തപ്പെട്ടവർ, സപ്രസ് ചെയ്യപ്പെട്ടവർ, അടിച്ചമർത്തപ്പെട്ടവരെ, അധസ്ഥിതരെ, മർദ്ദിതരെ, പീഡിതരെ നാം മോചിപ്പിച്ചു കൊണ്ടുവരികയും അവരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുകയും ചെയ്യും. അത് നമ്മളെ വാഗ്ദാനമാണ്. എന്ന് പറഞ്ഞാൽ മർദ്ദിത വിഭാഗത്തെ ഉദ്ധാനം ചെയ്തുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അവരെ കൈകാര്യകർത്താക്കളാക്കുന്ന, അവർക്ക് അധികാരം കൊടുക്കുന്ന, ഭൂമിയിൽ അവർക്ക് ഇസ്സത്തും അഭിമാനവും ഒക്കെ കൊടുക്കും എന്ന ഒരു വാഗ്ദാനം അല്ലാഹു ഖുർആനിൽ പറയണം. അപ്പോൾ ദുർബലർക്ക്, ഒരു കാലത്ത് പതിതരായി, പീഡിതരായി, മർദ്ദിതരായി, അവശരായി കഴിയുന്നവർക്ക് അവർക്ക് മോചനം കൊടുത്തുകൊണ്ട്, അവർക്ക് രക്ഷ കൊടുത്തുകൊണ്ട് അവരെ നാം മേൽപോട്ട് കൊണ്ടുവരിക. അതാണ് ഉദ്ധാനം ചെയ്യുന്നതാണ്, അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ അവരെ വിജയത്തിൻ്റെ ശില്പികളാവുക, വിജയത്തിൻ്റെ സാരഥികളാക്കുക. ഇത് അല്ലാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. മന്നാമില സ്വാലിഹൻ, മറ്റൊരായത്ത്, മന്നാമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യിന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത്, ആണാവട്ടെ പെണ്ണാവട്ടെ, സൽക്കർമ്മം ചെയ്ത ആളുകൾ, സത്യവിശ്വാസിയായിരിക്കെ സൽക്കർമ്മം ചെയ്തു, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് നാം അത്യുജ്വലമായ, അതിസുന്ദരമായ, മനോഹരമായ ഒരു ജീവിതം അവർക്ക് നാം കൊടുക്കും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ.
ഇനി മറ്റൊരായത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. സൂറത്ത് മുഹമ്മദ് 47-ാം ആയത്ത് എന്നർത്ഥം. അള്ളാഹു പറയാൻ, അല്ലയോ വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവെ സഹായിച്ചാൽ അവൻ നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങൾക്ക്, നിങ്ങളുടെ കാലുകൾക്ക് അള്ളാഹു സ്ഥിരത നൽകും, അതിനെ ഉറപ്പിച്ചു നിർത്തും, സബാത്ത് കൊടുക്കും. അപ്പം ഇങ്ങനെ അള്ളാഹുവിൻ്റെ വാഴ്തുകൾ, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ ചർച്ച ചെയ്ത വാഴ്തുകൾ നമ്മളോട് തുറന്നു പറഞ്ഞ ഒരുപാട് ആയത്തുകൾ നമുക്ക് ഖുർആൻ ഉടനീളം കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വാഗ്ദാനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്കിങ്ങനെ ഈമാൻ കുറഞ്ഞ ആളുകൾ, യഖീൻ കുറഞ്ഞ ചിലർക്കൊക്കെ നമുക്കൊക്കെ തന്നെ ചിലപ്പോൾ തോന്നും, അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് വിജയം. ആർക്ക്? ദുർബലപ്പെടുത്തപ്പെട്ടവർക്ക്, മർദ്ദിക്കപ്പെട്ടവർക്ക്, അടിച്ചമർത്തപ്പെട്ടവർക്ക്, പീഡിത മർദ്ദിത അവശ ജനവിഭാഗങ്ങൾക്ക് മോചനം കൊടുക്കും, മോചനം തരുമെന്ന് അള്ളാഹു പറയാം. എന്നിട്ട് ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നുക. മുസ്ലിമീങ്ങൾ ഇപ്പോഴും അടിച്ചമർത്തപ്പെടുക തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് പരിശോധിച്ചാൽ, അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് എന്താ? നമ്മൾ അടിച്ചമർത്തപ്പെടുക രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും. അത് പശ്ചിമേഷ്യയിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്താവട്ടെ, മറ്റു രാജ്യങ്ങളിലാവട്ടെ, പലയിടങ്ങളിലും ഇസ്ലാം വേട്ടയാടപ്പെടുന്നു, മുസ്ലിമീങ്ങൾ വേട്ടയാടപ്പെടുന്നു, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. നമ്മളൊക്കെ അത് കാണുന്നതാണ്. എന്നാൽ അള്ളാഹു തആല ഖുർആനിൽ വാഗ്ദാനം ചെയ്യുന്നതോ, നിങ്ങൾക്ക് നാം രക്ഷ തരും, അള്ളാഹു തആല മുഅ്മിനീങ്ങൾക്കൊപ്പമാണ്, മുഅ്മിനീങ്ങളെ അള്ളാഹു വിജയിപ്പിക്കും. വഅൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വ്യസനിക്കണ്ട, ബേജാറാവണ്ട, ദുഃഖിക്കണ്ട, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. വഅൻതുമുൽ അലൗൻ, ഏറ്റവും ഉന്നതിയിലുള്ളത് നിങ്ങളാണ്. ഇൻ കുന്തും മുഅ്മിനീൻ. ഇങ്ങനെ ഒരുപാട് ആയത്തുകളിൽ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹ്ക്കാണ് ഇസ്സത്ത്, അള്ളാഹുവിൻ്റെ പ്രവാചകർക്കാണ്, മുഅ്മിനീങ്ങൾക്കാണ്. ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, ഇസ്ലാമിൻ്റെ, ഈമാൻ്റെ, ഖുർആൻ്റെ ആളുകൾക്ക് ഔന്നത്യം, അന്തസ്സ്, അഭിമാനം, നേതൃത്വം, മേധാവിത്വം, അതുപോലെ ഉജ്ജ്വലമായ സ്ഥാനമാനം, ഇതൊക്കെ വാഗ്ദാനം ചെയ്യുന്ന, പ്രോമിസ് ചെയ്യുന്ന അനേകം ആയത്തുകൾ ഹദീസിലുണ്ട്, ഖുർആനിലുണ്ട്. ഹദീസിലുണ്ട്, ഖുർആനിൽ തന്നെ ഉണ്ടെങ്കിൽ ഹദീസുകളിലും ഉണ്ടെങ്കിൽ പിന്നെ അത് പുലർന്ന് കാണണം. പക്ഷേ നമ്മൾ കാണുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നുകയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾ പലപ്പോഴും നോക്കുമ്പോൾ, അത് ഇപ്പം നല്ല ഏത് കാലത്തും, എല്ലാ കാലത്തും അങ്ങനെ, പല കാലങ്ങളിലും. അപ്പോൾ നമുക്ക് ഈമാൻ കുറഞ്ഞ ആളുകൾ, ദുർബല മനസ്ഥർ, യഖീൻ കുറഞ്ഞ ആളുകൾക്ക് സംശയം വരും, എന്താപ്പത്, അള്ളാഹുവിൻ്റെ വായതുകളൊന്നും പുലർന്ന് കാണുന്നില്ലല്ലോ, പടച്ചോൻ ഈ പറഞ്ഞ വാക്കൊക്കെ വെറുതെ പറഞ്ഞു പോയതാ, അതൊന്നും പുലർത്താൻ വേണ്ടി പറഞ്ഞതല്ലേ? ഒരിക്കൽ പോലും നമുക്ക് ആ സംശയം ഉണ്ടാവരുത്. ആ സംശയം ഉണ്ടാകുന്നത് നമ്മുടെ ഉൾവെളിച്ചം കെടുത്തിക്കളയും. അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തിന് അത് ഉലച്ചിൽ തട്ടിക്കും. അള്ളാഹ്ക്ക് വേണ്ടത് നമ്മുടെ ഈമാനാണ്, അള്ളാഹ്ക്ക് വേണ്ടത് നമ്മുടെ യഖീനാണ്. അള്ളാഹുവിന് വേണ്ടത് നാം അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, ഈമാൻ ഉൾക്കൊള്ളുക, അള്ളാഹ് പറഞ്ഞതൊക്കെ നമ്മൾ സ്വീകരിക്കുക. ഇതാണ് അള്ളാഹ്ക്ക് വേണ്ടത്, അതാണ് മുഅ്മിനിൽ നിന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഇദൽ മുബ്തിലൂൻ, ഇർത്തിയാബ്, സംശയം, രീബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പലപ്പോഴും അള്ളാഹുവോട് കാവൽ ചോദിച്ച കാര്യം, അള്ളാഹുവേ സംശയമുള്ള ഒരു ഈമാനത്തോട്ട് കാക്കണേ. നമ്മളും അള്ളാഹുവോട് ചോദിക്കണം. നമുക്ക് വേണ്ടത് ഈമാനല്ല, രീബത്ത്. സംശയമുള്ള ഒരു ഈമാനല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ അടിയുറച്ച വിശ്വാസമാണ് അള്ളാഹുവിലുള്ള. അപ്പോൾ അള്ളാഹു വാഗ്ദാനം ചെയ്താൽ വാഗ്ദാനം പാലിക്കുന്നവനാണ് റബ്ബ്. അള്ളാഹു വാഗ്ദാനം ലംഘിക്കില്ല എന്ന ഉറപ്പ് നമുക്ക് വേണം. പിന്നെ നമുക്ക് സംശയം ഉണ്ടാകും, പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും അള്ളാഹു തആല മുഅ്മിനീങ്ങൾക്ക് ചെയ്ത വാഗ്ദാനം, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു തആല തന്ന ഉറപ്പുകളൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അതിൻ്റെ കോൺട്രറിയായി, അതിൻ്റെ വിപരീത ഫലത്തിലുള്ള സംഭവങ്ങളും അനുഭവങ്ങളുമാണല്ലോ ലോകത്ത് നമ്മൾ കാണുന്നത് എന്ന ഒരു സംശയം നമുക്കുണ്ടാവാം. അതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അതിൻ്റെ അതിൻ്റെ കാരണങ്ങളെയും ആ കാരണങ്ങൾ എങ്ങനെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനെയും നമ്മൾ വിലയിരുത്തി മനസ്സിലാക്കുക. വിഷയങ്ങളായിട്ട് കാര്യകാരണ സഹിതം നമ്മൾ വിലയിരുത്തി മനസ്സിലാക്കുന്ന പക്ഷം നമുക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈമാനിൽ പിന്നെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവില്ല. ഈമാൻ ഉറക്കും. ഈമാൻ ഉറപ്പിക്കാനുള്ളതാണല്ലോ ഹിക്മത്തുകളൊക്കെ. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ, ഓരോ ഹിക്മത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് പോലെ, ഈ ഹിക്മ മഹാനായ അഹ്മദ് ബിൻ അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഹിക്മത്തുകൾ മുഴുവനും പറയുന്നത് അള്ളാഹുവിലേക്കുള്ള സാലിഹീങ്ങൾ, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് യാത്ര പോകുന്ന ആളുകൾ, അള്ളാഹുവിനെ പ്രാപിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള യാത്ര, അള്ളാഹുവിനെ അന്വേഷിച്ചു കൊണ്ടുപോകുന്ന സത്യാന്വേഷണ യാത്രികർക്ക് അവർക്ക് വേണ്ട പാതയാണ്, അവർക്ക് മുന്നോട്ടുള്ള ഇന്ധനമാണ്, അവർക്ക് മുമ്പോട്ടുള്ള വഴിയടയാളങ്ങളാണ്, അവർക്ക് ശരിയായ മാർഗദർശനമാണ്, ഗൈഡൻസാണ്, അവരുടെ ഹാൻഡ് ബുക്കാണ് ഈ കിതാബുൽ ഹിക്കം. അപ്പോൾ
ഒരിക്കലും അള്ളാഹുവെ അന്വേഷിച്ച് റബ്ബിലേക്ക് പോകുന്ന ഒരു മുരീദിന്, ഒരു സാലിക്കിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത, ബേസിക്കലി തന്നെ നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു വലിയ അപകടകരമായൊരു ദുർഗുണമാണ് റബ്ബിലുള്ള സംശയം, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള സംശയം എന്നത്. ആ സംശയങ്ങൾ നമ്മൾ പാടേ നുള്ളിക്കളയണം, മുളയിലേ നുള്ളിക്കളയണം. അങ്ങനെ ഒരു സംശയമേ നമുക്ക് ആർക്കും അള്ളാഹിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് സംശയം ഉണ്ടായാൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സംശയം തന്നെയല്ലേ ആണല്ലോ. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് സംശയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ നമുക്ക് സംശയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കലാമിൽ നമുക്ക് സംശയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് റബ്ബിലുള്ള സംശയമാണ്. അപ്പോൾ റബ്ബിൽ നമുക്ക് ഈമാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പടച്ചവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈമാൻ ഉറക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സംശയം, അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എന്തുകൊണ്ട് അള്ളാഹു നൽകിയ പല വാഗ്ദാനങ്ങളും, അപ്പം നമുക്കൊക്കെ അള്ളാഹു താല വ്യക്തിപരമായിട്ട് ഖുർആനിലൂടെ എനിക്കും നിങ്ങൾക്കും നമ്മളൊക്കെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള വാഗ്ദാനങ്ങൾ അള്ളാഹു താല ഖുർആനിലൂടെ നൽകിയിട്ടില്ല. നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഖുർആനിലൂടെ ബിശക്കൽ ആം, ജനറലി മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനം. അപ്പോൾ അതിൽ എന്താണ് സത്യം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അള്ളാഹു താല നൽകിയ വാഗ്ദാനങ്ങൾ പലപ്പോഴും പുലർന്നു കാണാത്തത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദുർബലർക്ക് അള്ളാഹു സഹായം ഉണ്ടാവും എന്ന് പറഞ്ഞത്, മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് കൊടുക്കുമെന്ന് പറഞ്ഞത്, ഗലബത്ത് കൊടുക്കും, മേധാവിത്വം കൊടുക്കും, വിജയം കൊടുക്കും എന്ന് പറഞ്ഞത് അതൊക്കെ റബ്ബിൻ്റെ വാഗ്ദാനങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ടത് പുലർന്നു കാണുന്നില്ല? പലപ്പോഴും പുലർന്നിട്ടില്ല. അത് പുലരേണ്ട സമയമൊക്കെ ആയില്ലേ? കാരണം എന്താ, നമ്മൾ അടിച്ചമർത്തപ്പെടുകയാണ്, വേദനിക്കുകയാണ്, വിഷമിക്കുകയാണ്. അപ്പം വേദനിക്കുന്നവർക്ക്, വിഷമിക്കുന്നവർക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് മോചനം കൊടുക്കും. അപ്പം നമ്മൾ പ്രയാസങ്ങൾ അനുഭവിച്ചല്ലോ, ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചല്ലോ, ലോക മുസ്ലിമീങ്ങൾ പല പ്രയാസങ്ങളും നരകയാതനകളും അനുഭവിച്ചു കഴിഞ്ഞല്ലോ, സഹായം കിട്ടേണ്ട സമയമായല്ലോ. അതാ വൈൻ തായ്യാന സമനുഹു, അതിൻ്റെ സമയം നീ ചിഞ്ഞപ്പോഴാണ്. ഇനി എപ്പോഴാണ്? ഇപ്പോഴില്ലെങ്കിൽ ഇനി എപ്പോഴാണെന്ന് ചോദിക്കാറില്ലേ? അപ്പോൾ ഇപ്പോഴല്ലേ കുറച്ചുകൂടെ സഹായം വേണ്ടത്? ഈ കുടുങ്ങിയ സമയത്ത്, ബുദ്ധിമുട്ടിൻ്റെ സമയത്ത്, മസ്ജിദുൽ അഖ്സ തകർക്കപ്പെടാൻ പോകുന്ന സമയത്ത്, മസ്ജിദ് ബാബരി പള്ളി തകർക്കപ്പെട്ട നേരത്ത് ഒക്കെ നമ്മൾ റബ്ബിനോട് സഹായം ചോദിച്ചു അല്ലേ? നമ്മൾ എത്രയോ ആളുകൾ, ജനലക്ഷങ്ങൾ അള്ളാഹുവോട് സഹായം ചോദിച്ചു. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് പടച്ചോനെ തകർക്കാൻ ശത്രുക്കളെ സമ്മതിക്കല്ലേ. ഇതുപോലെ നമ്മൾ പലപ്പോഴും ഗസയിൽ, അതുപോലെ ഫലസ്തീനിൽ, അതുപോലെ മറ്റു പല ഇനങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മുസ്ലിം സമൂഹത്തിന് വേണ്ടി, മുസ്ലിം സമൂഹത്തിൻ്റെ ഇസ്സത്തിന് വേണ്ടി, അഭിമാനത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് ആ സഹായം കിട്ടേണ്ട സമയം ഇത് തന്നെയാണെന്നാണ്. പക്ഷേ ആ സമയം കഴിഞ്ഞു പോയിട്ടും നമുക്ക് ആ സഹായം കിട്ടുന്നില്ല. അപ്പോൾ അതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായ ചില കാര്യങ്ങളെ നമ്മൾ സൂചിപ്പിക്കുന്നുള്ളൂ ഇവിടെ. പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ വാഗ്ദാനങ്ങൾ, ചിലയിടങ്ങളിൽ അള്ളാഹു വാഗ്ദാനങ്ങൾ മാത്രം പറഞ്ഞുപോയി. ഇന്നിന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ തരാമെന്ന് വാഗ്ദാനം ചെയ്തു. ചില സ്ഥലങ്ങളിൽ അള്ളാഹു തആല അത്തരം വാഗ്ദാനങ്ങൾക്ക് ചില കണ്ടീഷൻസ് വെച്ചു. അപ്പോൾ ഖുർആനിൽ ചിലതിന് വ്യാഖ്യാനമാണെന്ന്, അൽ ഖുർആനു ബഅദുഹു മുഫസ്സിറുൻ ലിബഅദി, അല്ലെങ്കിൽ ബഅദുഹു യുഫസ്സിറു ബഅദഹു. ഇത് അടിസ്ഥാനപരമായ ഖുർആന്റെ ഉലൂമിൽപ്പെട്ട, ഖുർആന്റെ അടിസ്ഥാന വിവരങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അത് ഖുർആന്റെ ഒരു പ്രത്യേകത, അത് ഖുർആന്റെ ഒരു സവിശേഷത നമ്മൾ ഉൾക്കൊള്ളണം. ഖുർആനിൽ ചിലയിടത്ത് ആമായിട്ട്, പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറയും, ചില കാര്യങ്ങൾ ചിലയിടത്ത് അതിങ്ങനെ നിബന്ധനകൾ ചേർത്ത് പറയും. അപ്പോൾ ഈ ആമായി, പൊതുവായി നിബന്ധനകളൊന്നും പറയാതെ നിരുപാധികം പറഞ്ഞ ആ കാര്യം വേറെ ചിലയിടങ്ങളിൽ അതേ കാര്യത്തിന് നിബന്ധനകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ആ നിബന്ധനകൾ പറഞ്ഞ ആ ഭാഗം നിബന്ധനകൾ പറയാത്ത ഭാഗത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഒന്നുകൂടെ വിശദമായി പറയാം. ഇപ്പം നമുക്ക് ഈ കാര്യം പറയുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ഉദാഹരണം പറയാം. നമ്മളൊരു നാടൻ ഉദാഹരണം, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു നാടൻ ഉദാഹരണം പറയാം. ഖുർആൻ്റെ കാര്യം ഈ പറഞ്ഞ ഖുർആനുമായി ബന്ധപ്പെട്ട ഈ കാര്യം വ്യക്തമാവാൻ വേണ്ടി നമ്മൾ ഖുർആൻ്റെ പുറത്തുനിന്നുള്ള ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ പറയാണ്, ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഗൾഫ് പോകാമെന്ന് പറയാം. ശരിയല്ലേ? ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഗൾഫ് പോകാൻ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലല്ലോ. നമ്മൾ പറയുകയാണ് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഗൾഫ് കൺട്രീസിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അത് നിരുപാധികമായിട്ടുള്ള all Indian citizens can go to the Gulf countries, can go to Dubai, can go to Riyadh. ഇങ്ങനെയൊക്കെ ഉദാഹരണം, റിയാദിൽ പോകാം, ദുബായ് പോകാം, മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അമേരിക്ക ഏതോ ഹോട്ടെ പോകാമെന്ന് പറഞ്ഞു. അതിപ്പോൾ നിരുപാധികമായിട്ട് ജനറലായിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങൾ ചിലപ്പോൾ പറയും. ഒരു ഇന്ത്യക്കാരന് ഗൾഫിലേക്ക് പോകണമെങ്കിൽ പോകാം, പക്ഷേ ഗൾഫിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? അവന് പാസ്പോർട്ട് വേണം. ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ, യാത്ര പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. ഗൾഫിലേക്ക് പോകണമെങ്കിൽ, അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് മാത്രം മതിയോ? പോരാ. ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് അവിടേക്കുള്ള വിസ വേണം.
അതവിടെ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ വിസിറ്റ് വിസ മതി, ജോലിക്ക് പോവുകയാണെങ്കിൽ അതിന് എംപ്ലോയ്മെൻറ്റ് വിസ വേണം. ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസും ഒരുപാട് ഡീറ്റെയിൽസും നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെ ഒരാൾ പറയാമെന്ന് ഗൾഫിലേക്ക് ഒരാൾ പറഞ്ഞു, ഒരാളുടെ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ക്ലാസ്സിൽ പ്രസംഗത്തിൽ ഒരാൾ പറയാണ്, നമ്മൾ ഇന്ത്യക്കാരായ നമുക്കൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പോകാം എന്നൊരാൾ പറയാം, ഇന്ത്യക്കാർക്കൊക്കെ ഗൾഫിൽ പോകാം, ഇന്ത്യക്കാർക്കൊക്കെ വിദേശങ്ങളിൽ പോകാം എന്ന് പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് പറയാണ്, പിന്നെ പാസ്പോർട്ട് വേണം കേട്ടോ, നമ്മൾ വിദേശത്തേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം, നമുക്ക് വിസ വേണം, നമ്മൾ മെഡിക്കലി അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആയിട്ട് നമ്മളതിന് ഫിറ്റ് ആവണം, ആരോഗ്യപരമായി നമ്മളതിന് യോഗ്യരാവണം. ഇതൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് എഴുന്നേറ്റെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരസ്പര വിരുദ്ധമായ പ്രസ്താവന നിങ്ങൾ നടത്തിയല്ലോ, ഇതേ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ പരസ്പര വിരുദ്ധമായ കാര്യമാണ് എന്നാരും പറയുമോ? ഒരാൾ പറയാൻ നോക്കുക, എന്താ പരസ്പര വിരുദ്ധമായ പ്രസ്താവന? നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇന്ത്യക്കാർക്കൊക്കെ ഗൾഫ് പോകാമെന്ന്, ഇപ്പം നിങ്ങൾ പറഞ്ഞു അല്ല പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞു, അതുപോലെ വിസ വേണമെന്ന് പറഞ്ഞു, ആരോഗ്യപരമായി ഫിറ്റായിരിക്കണം എന്ന് പറഞ്ഞു. നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഇന്ത്യക്കാർക്കൊക്കെ പോകാമെന്ന്. അപ്പോൾ അത് കോൺട്രാഡിക്ടറി ആണോ, പരസ്പര വിരുദ്ധമാണോ? അല്ലല്ലോ. കാരണം ആ പ്രസംഗത്തിൻ്റെ ഒരിടത്ത് പറഞ്ഞത് ഇന്ത്യക്കാർക്കൊക്കെ ഗൾഫിൽ പോകാം എന്നുള്ളത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റാണ്, ഒരു പൊതുവായിട്ടുള്ള ഒരു എന്താ പറയുക, ആമായ ജനറലായിട്ടുള്ള ഒരു പ്രസ്താവമാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൻ്റെ വിശദീകരണമാണ് തുടർന്ന് ശേഷം പറയുന്ന വാക്കുകൾ അതിന് വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാർക്കും പോകാമെന്നല്ല. ഉദാഹരണം പറയാം, ഒരിക്കൽ നമ്മൾ ഡിപ്പോർട്ടായി പോകുന്ന ആളുകൾ, ഇപ്പോൾ ദുബായിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ആജീവനാന്ത വിലക്കോടെ ലൈഫ് ടൈം ബാനോടെ ഡിപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിലോ നിയമപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളിലോ അകപ്പെട്ടുകൊണ്ട് ഡിപ്പോർട്ട് ചെയ്ത് നോക്കുക, അയാൾക്ക് പിന്നെ പോകാൻ പറ്റൂലല്ലോ. പോകാൻ പറ്റും, അതിൻ്റേതായ കണ്ടീഷൻസ് വേറുണ്ട്. അപ്പം നിരുപാധികമല്ല. അതുപോലെ ഇന്ത്യക്കാർക്കൊക്കെ പോകാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യക്കാർക്കൊക്കെ പോകാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പാസ്പോർട്ട് വേണ്ടെന്നതിന് അർത്ഥമുണ്ടോ? ഇല്ല. ആദ്യം പറഞ്ഞിരുന്നത് മൊത്തം പോകാമെന്ന് പറഞ്ഞിരുന്നു, ശരി തന്നെ. പക്ഷേ അതിൻ്റെ വിശദീകരണമാണ് പാസ്പോർട്ട് വേണം, വിസ വേണം, മറ്റ് കണ്ടീഷൻസ് വേണം, ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ വേണം, ഇതൊക്കെ. ഇതുപോലെയല്ല, ഇത്ര ഇഷ്ടംപോലെ ഉദാഹരണം നമുക്ക് പറയാം. നമുക്കൊക്കെ ഹജ്ജിന് പോകാൻ പറ്റും എന്ന് പറഞ്ഞു, നമുക്കൊക്കെ ഹജ്ജിന് പോകാൻ പറ്റും എന്ന് ഒരാൾ പറഞ്ഞാൽ എല്ലാവർക്കും പോകാൻ പറ്റുമെന്നാണ് പാസ്പോർട്ട് വേണ്ടേ, അതുപോലെ മറ്റ് നിയമപരമായ കാര്യങ്ങൾ വേണ്ടേ, അതിൻ്റേതായ കണ്ടീഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വെച്ചതുണ്ടാകാം, ഗവൺമെൻറ് ഓഫ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ വെച്ചതുണ്ടാവാം. ആ നിബന്ധനകൾക്കൊക്കെ വിധേയമല്ലേ ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു സമയത്തോ എവിടെയെങ്കിലും ഒരു പാസേജിലോ ഒരു ഭാഗത്തോ ഇങ്ങനെ ജനറലായിട്ടൊരു കാര്യം പറഞ്ഞു എന്നതിനർത്ഥം അതിന് യാതൊരു കണ്ടീഷൻസും ഇല്ല, ഒരു നിബന്ധനയും ഇല്ല എന്നല്ല. അതിനതിൻ്റേതായ പ്രൊസീജിയറുകളുണ്ട്. ഏത് കാര്യങ്ങൾക്കും അതിൻ്റേതായ പ്രൊസീജിയറുകളുണ്ട്, അതിൻ്റേതായ രീതികളുണ്ട്, അതിൻ്റേതായ വഴികളുണ്ട്. ഇതാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ പറയണം, നമുക്ക് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജ്യത്തെ ഭരിക്കുന്നവരെ ഭരണകർത്താക്കളെ തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഉള്ളതാണല്ലോ. എവറി ഇന്ത്യൻ സിറ്റിസൺ ഹാസ് ദ റൈറ്റ് ടു എലക്ട് അവർ റൂളർ അല്ലെങ്കിൽ അവർ റൂളേഴ്സ്. നമ്മുടെ ഭരണാധികാരികളെ, നമ്മുടെ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇന്ത്യക്കാരനായ ഓരോ പൗരനുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ശരിയല്ലേ? ആണല്ലോ. എന്നാൽ ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും പോയിട്ട് വോട്ട് ചെയ്യാൻ കഴിയുന്നതാണോ? അല്ലല്ലോ. 18. അപ്പം നമ്മൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പം അവൻ്റെ സമ്മതിദാനാവകാശം, വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശത്തിന് 18 വയസ്സാവണം. അതുപോലെ അവന് എല്ലായിടത്തും വോട്ട് ചെയ്യാൻ പറ്റുമില്ല. ഒരാൾക്ക് അവൻ എവിടെയാണോ വോട്ടുള്ളത് അവിടെ ആയിരിക്കും. അതുപോലെ തോന്നുമ്പോഴൊക്കെ വോട്ട് ചെയ്യാൻ പറ്റുമോ? എനിക്കിപ്പം പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സമയങ്ങൾ വേണം, അതിൻ്റെ പ്രൊസീജിയറുകളുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കണം, അതിൻ്റെ ഡേറ്റ് ഉണ്ടാവും, സമയം ഉണ്ടാവും, അതിൻ്റെ പ്രൊസീജിയർ ഉണ്ടാവും, വോട്ടർ ലിസ്റ്റിൽ പേര് വരണം. എന്നിട്ട് അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസും അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ വശങ്ങളും അതിൻ്റെ ടൈമും അതൊക്കെ നിബന്ധനകൾക്ക് വിധേയമാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസി, എല്ലാവർക്കും വോട്ടവകാശം ഉണ്ട് എന്ന് പറഞ്ഞാലും അതിന് യാതൊരു കണ്ടീഷൻസും ഒരു നിബന്ധനകളും അതിന് സമയക്രമങ്ങളും ഒന്നുമില്ല എന്നതിന് അർത്ഥമല്ല. ഇങ്ങനെ നമുക്ക് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഓപ്പണായിട്ട് ചില ഇടങ്ങളിൽ വാഗ്ദാനം നൽകി, ചിലയിടങ്ങളിൽ അല്ലാഹു തആല നിബന്ധനകളും പറഞ്ഞു. ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ഒത്തെങ്കിൽ, ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്ന നിബന്ധനകൾ ഒത്തൊരുമിച്ചാൽ, സോ ആൻഡ് സോ കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു ഖുർആനിലുണ്ട്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. ഈ മഷ്റൂത്തായ കണ്ടീഷൻസ് അല്ലാഹു പറഞ്ഞ ഇടങ്ങളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഓപ്പണായി കണ്ടീഷനൊന്നും പറയാതെ നിരുപാധികം അല്ലാഹു പറഞ്ഞിടത്തേക്കും ഇതൊക്കെ ബാധകമാണ്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിശദീകരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലാഹു തആല പറയാണ്, വകാന വഅദൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, വകാന വഅദൻ അലൈനാ, നമ്മുടെ മേൽ കരാറായിട്ടുണ്ട്. നമ്മുടെ മേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഉറച്ച അല്ലാഹു കമ്മിറ്റ് ചെയ്യാണ്.
ശരിക്കും അലൈന എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ മേൽ കടമയാണ് എന്നാണ് അറബി ഭാഷ പ്രകാരം അല പറഞ്ഞാൽ. പക്ഷെ അള്ളാൻ്റെ മേൽ കടമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് ആരെങ്കിലും ചോദ്യം ചെയ്യോ എന്നർത്ഥത്തിലല്ല. ലാ ഇസ്ലാമായ വഹും യുസ്സലൂൻ, അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമല്ലല്ലോ. പടച്ചവനാരും ക്വസ്റ്റ്യൻ ചെയ്യൂല, ക്രോസ് വിസ്താരം ചെയ്യൂല. അള്ളാഹു ആരുല്യമായ യുരീദാൻ യഫ്അലുമായ യശാ വ യഹ്കുമുമായ യുരീദാൻ. എന്നിട്ട് പോലും അള്ളാഹു തആല വല വകാന നസ്റൻ അലൈന, നമ്മുടെ മേൽ കടമയായിരുന്നിട്ടുണ്ട് നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ. അപ്പോൾ മുഅ്മിനീങ്ങളെ സഹായിക്കൽ, മുഅ്മിനീങ്ങളെ രക്ഷിക്കലും അവരെ സഹായിക്കലും നമ്മളെ കടമയായിട്ടുണ്ട് എന്ന് ഖുർആൻ പറയാം. അപ്പം നമുക്ക് ദൂരെ ഇങ്ങോട്ട് നമ്മൾ കാണുന്നില്ലല്ലോ പലപ്പോഴും, പലപ്പോഴും നമുക്ക് പരാജയങ്ങൾ വരികയാണ്. മുഅ്മിനീങ്ങൾക്ക് പലപ്പോഴും വിജയം കാണുന്നില്ല. അപ്പോഴേക്കും നമുക്ക് നിരാശ വരികയാണ്. ശരിക്കും നമ്മൾ പടച്ചവൻ പറയുന്നത് മനസ്സിലാക്കായിട്ടാണ്. അള്ളാഹ് പറഞ്ഞത് എന്താ? മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമുക്ക് കടമയായിട്ടുണ്ട്. മുഅ്മിനീങ്ങളാവണം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ കാനേഷുമാരി മുഅ്മിനാണോ, കാനേഷുമാരി മുസ്ലിമാണോ? പേര് ഇസ്ലാമിൻ്റെ പേരാണ്, അറബി പേരാണ്. അതല്ലെങ്കിൽ മുസ്ലിമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നവരാണ്. ഞാൻ പറയുന്നത് മതം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പാസ്പോർട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഫോമിൽ ഫില്ലപ്പ് ചെയ്യുമ്പോൾ റിലീജിയൻ എന്നുള്ള കോളത്തിൽ നമ്മൾ ഇസ്ലാം എന്ന് ചേർക്കുന്നു. നിൻ്റെ മതമേതാണെന്ന് ചോദിച്ചാൽ ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നു. എന്നാലിപ്പോൾ മുസ്ലിം ആയോ? കൃത്യമായ അർത്ഥത്തിൽ മുഅ്മിനായോ? മുസ്ലിം എന്നതിലപ്പുറം മുഅ്മിൻ എന്നതിനെ പറ്റി പറയാനായോ? മുസ്ലിം മുഅ്മിൻ ഈമാനും ഇസ്ലാമും ഒന്നാണോ? മുസ്ലിം മുഅ്മിൻ അത് വേറെ വലിയ ചർച്ച. ഞാൻ ഈ ഹിക്മത്തിൻ്റെ വിശദീകരണം അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മൾ മുസ്ലിമിൻ്റെ പേരുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്, മുസ്ലിം സമൂഹത്തിലാണ് നമ്മളെ മെമ്പർഷിപ്പ്, മുസ്ലിം മഹല്ലത്തിലെ ഒരു മെമ്പറാണ്, അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ പേരും ചൂരും ഒക്കെ നമുക്കുണ്ട് എന്നതുകൊണ്ട് ഖുർആനിൽ ഈ നിബന്ധന പറഞ്ഞ, അള്ളാഹു പറഞ്ഞ ആ മുഅ്മിനീങ്ങളിൽ നമ്മൾ പെട്ടു എന്ന് എങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക? അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞതാണ്, വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ അൽ മുഅ്മിനീൻ അൽ മുഅ്മിനീൻ. അപ്പോൾ യഥാർത്ഥമായ ഈമാനുള്ളവർ, വെറും ക്ലെയിം ചെയ്യുന്നവനല്ല, ഞാൻ മുഅ്മിനാണ് മുസ്ലിമാണ് എന്ന് വാദിക്കുന്നവനെന്നല്ലല്ലോ. അൻതുമുൽ അലൗന വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അള്ളാഹു വ്യക്തമായി പറയാം, കണ്ടീഷണലി ആയിട്ട് പറയാം, നിബന്ധന വെച്ച് പറയാം. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ഒന്നുകൊണ്ടും നിങ്ങൾക്ക് നിരാശ തോന്നണ്ട, നിങ്ങൾ ദുർബലരാണെന്ന ഒരു വിചാരം നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ വ്യസനിക്കണ്ട, ദുഃഖിക്കണ്ട. വഅൻതുമുൽ അലൗൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. അല്ല അല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉന്നതർ എന്ന് മാത്രമല്ല, ഏറ്റവും ഉന്നതർ. അതിൻ്റെ സൂപ്പർലാറ്റീവ് ഡിഗ്രിയാണ്. അതിൻ്റെ ദ മോസ്റ്റ് സുപ്പീരിയർ, ഏറ്റവും അത്യുന്നതർ. അൻതുമുൽ അലൗൻ എന്നാണ് പറഞ്ഞത്, അൻതുമുൽ അലിയൂൻ എന്നല്ല, രണ്ടും വ്യത്യാസമുണ്ട്. നിങ്ങൾ ഉന്നതർ എന്നല്ല, അത്യുന്നതർ. അതിൻ്റെ മേലെ പിന്നെ ഉന്നതില്ല വേറെ ഒരാൾക്കും. പക്ഷേ അള്ളാഹ് നിബന്ധന പറഞ്ഞു, ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അപ്പം നിങ്ങളും പറയും, ഞാൻ മുഅ്മിനീങ്ങളല്ലേ, നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, ലോക മുസ്ലിമുകളൊക്കെ മുഅ്മിനീങ്ങളല്ലേ. ആണെന്ന് ആര് പറഞ്ഞു? നമ്മൾ വാദിക്കുന്നു അങ്ങനെയാണ്. പക്ഷേ യഥാർത്ഥ ഈമാൻ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആ അർത്ഥത്തിലും ആ അളവിലും ആ മാത്രയിലുമുള്ള ഈമാനും ഇസ്ലാമും തമ്മിലുണ്ടായോ ഇല്ലേ, നമ്മൾ പുനർവിചിന്തനം നടത്തണം. അപ്പോൾ നമുക്ക് അള്ളാഹിൻ്റെ വാഗ്ദാനം ഉണ്ട്, അത് പടച്ചോൻ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞ് പടച്ചോനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ സത്യസന്ധമല്ലാതെയായി പോകുന്നുണ്ടോ എന്ന് മായതുള്ള സംശയിക്കുന്നതിന് മുമ്പ് പടച്ചോന പറഞ്ഞുകൊടുത്ത് നമ്മളുണ്ടോ? നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകളും നമ്മുടെ ഡ്യൂട്ടീസും, അതാ പറഞ്ഞത്, നമ്മുടെ അവകാശം, നമ്മുടെ റൈറ്റ്സിനെ പറ്റി വി ആർ ബോധേഡ് അബൌട്ട് അവർ റൈറ്റ്സ് ബട്ട് നോട്ട് അബൌട്ട് അവർ ഡ്യൂട്ടീസ് എന്ന് പറയാറുണ്ടല്ലോ. നമ്മുടെ അവകാശങ്ങൾ, നമുക്ക് പടച്ചോൻ തന്ന പ്രോമിസ്, അത് പുലർത്തണം, അത് കിട്ടണം എന്ന് നമ്മുടെ അവകാശം പോലെ നമ്മൾ കാണുക. ലോകത്ത് ഉലുവ്, ലോകത്ത് അഭിമാനം, ലോകത്ത് നേതൃത്വം, ലോകത്ത് വിജയം, മേധാവിത്വം, ഔന്നത്യം, ഇത് കിട്ടണം എന്ന് നമ്മൾ അവകാശപ്പെടുക ആസ് എ ഹോൾ, എന്താ പറയുക, ഒരു മുസ്ലിം ഉമ്മത്ത് എന്നുള്ള രീതിയിൽ. അത് നമ്മുടെ റൈറ്റ് പോലെ നമ്മൾ കാണുകയാണ്. പക്ഷേ നമ്മുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്നില്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കുന്നില്ല. അതിനെന്താ, നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ മുഅ്മിനീങ്ങൾ നമ്മൾ ആകുന്നില്ല. നമ്മൾ ശരിയായ ഇസ്ലാമിനെയും ഈമാനെയും അള്ളാഹിനെയും റസൂലിനെയും പിൻപറ്റുന്നവരാവണം എന്ന് പറഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും. പക്ഷേ അത് നമ്മൾ പാലിക്കുന്നില്ല. അതാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ മുഖസ്സിരിങ്ങളാണ്. അപ്പം നമ്മളത് വീഴ്ചക്കാരാണ്, വലിയ വീഴ്ചക്കാരാണ്. ഇത്രയും വലിയ വീഴ്ചയും ഇത്രയും വലിയ കൃത്യവിലോപവും ചെയ്തിട്ട് പോലും അള്ളാഹു നമുക്ക് ഇത്രയെങ്കിലും ഒരു മഹത്വവും ഇത്രയെങ്കിലും രക്ഷയും ഇത്രയെങ്കിലും ഒരു മുക്തിയും മോചനവും അഭിമാനവും നേതൃത്വവും അതുപോലെ നിഅമത്തും അള്ളാഹു നമുക്ക് നൽകുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും നമ്മൾ ശിരസ്കരാവേണ്ടത് പടച്ചോൻ്റെ നിഅമത്തിൻ്റെ, പടച്ചോൻ്റെ റഹ്മത്തിൻ്റെ മുമ്പിൽ, ആ എന്താ പറയുക, ആ കൃപാ കടാക്ഷത്തിൻ്റെ മുമ്പിൽ നമ്മൾ ശിരസ്കരായി വിനയാന്വിതരായി തല താഴ്ത്തേണ്ടത്. അതല്ലാതെ എവിടെ എൻ്റെ അവകാശം എന്ന് ചോദിച്ച് നെഞ്ചി വിരിച്ച് പടച്ചോനോട് അവകാശം ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഇത്രയെങ്കിലും നമുക്ക് തന്നല്ലോ എന്നാലോചിച്ചുകൊണ്ട്, നമ്മൾ ഇത്രയൊക്കെ വീഴ്ച വരുത്തുന്നവരായിട്ടും നമുക്ക് ഇത്ര തന്നല്ലോ എന്നാലോചിച്ചുകൊണ്ട് നമ്മൾ ശിരസ്കരായി എന്ന് പറഞ്ഞാൽ നമ്മൾ തലകുനിച്ച് റബ്ബിൻ്റെ മുമ്പിൽ വിനയാന്വിതരാവുകയാണ് വേണ്ടത്.
മഹാനായ ഇമാം ഷാത്വബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ അൽ മുവാഫഖാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇതിൻ്റെ ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഈ ഒരു വസ്തുതയുടെ. അത് അപ്പാടെ വിശദീകരിക്കുന്നില്ല, സമയം വളരെ പരിമിത സമയത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ ഹിക്മത്ത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട്. ആ പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം പലപ്പോഴും മുസ്ലിമീങ്ങൾക്ക്, അപ്പോൾ എന്നെയും നിങ്ങളെയും നമ്മളെപ്പോലെയുള്ള ആളുകളെ ചൂണ്ടിയിട്ട് തന്നെയാണ് മഹാനായ ഇമാം ഷാത്വബി മുവാഫഖാത്തിൽ ഈ കാര്യം പറയുന്നത്. ഇസ്ലാം മതം വിശ്വസിച്ചപ്പോഴേക്ക്, മുസ്ലിമാണെന്ന് പേരായപ്പോഴേക്ക്, ഈമാൻ കാര്യം ഇസ്ലാം കാര്യം ഇതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് അവകാശവാദം തോന്നുകയാണ് നമ്മൾ ഈമാൻ്റെ ഇസ്ലാമിൻ്റെ ഏറ്റവും ഉന്നത ഡിഗ്രിയിൽ എത്തിപ്പോയി, നമ്മൾ പടച്ചോൻ പറഞ്ഞതുപോലെയുള്ള മുസ്ലിമും പടച്ചോൻ പറഞ്ഞതുപോലെ മുഅ്മിനും നമ്മളായിപ്പോയി. ഇമാം ഷാത്വബി തങ്ങൾ പറയുന്നതിൻ്റെ ഒരു ആശയാനുവാദമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ എന്താ പറയുക, ലിറ്ററൽ, അതിൻ്റെ പദാനുപത തർജ്ജമയല്ല, നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറയാം. അപ്പോൾ നമ്മൾ മുസ്ലിമാണ്, നമ്മൾ മുഅ്മിനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മളതിൻ്റെ പൂർണ്ണതയിൽ മുസ്ലിമും മുഅ്മിനും ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടതൊക്കെ നമ്മൾ ക്ലെയിം ചെയ്യുന്നത്, നമുക്ക് കിട്ടണം നമ്മൾ അവകാശപ്പെട്ടു തുടങ്ങിയത്. അത് എന്തുകൊണ്ട് കിട്ടുന്നില്ല, കിട്ടാൻ വൈകുമ്പോഴേക്കോ കിട്ടാതിരിക്കുമ്പോഴേക്കോ നമ്മൾ അസ്വസ്ഥരാകുന്നത്, ആശങ്കാകുലരാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംശയാലുക്കളാകുന്നത് റബ്ബിൻ്റെ പ്രോമിസുകളുടെ കാര്യത്തിൽ. ശരിക്ക് അദ്ദേഹം ഇങ്ങനെ ജനങ്ങളുടെ ഒരുപാട് വിഭാഗങ്ങൾ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് വിവരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, ഫദ്ദർബുൽ അവ്വലു ഹാലുഹു ഹാലു മൻ യഅമൽ ബിഹുക്മി അഹദിൽ ഇസ്ലാം വഅഖദിൽ ഈമാൻ മിൻ ഗൈരി സിയാദ. അതായത് ബേസിക്കലി ഇസ്ലാമും ഈമാനും ഒക്കെ ഉണ്ടാവാം, മുസ്ലിം മുഅ്മിൻ, ഇസ്ലാം കാര്യം ഈമാൻ കാര്യം, അതിൻ്റെ ബേസിക്കൽ കാര്യങ്ങൾ മാത്രം പിടിച്ചിട്ട് അത് വെച്ചിട്ട് മുസ്ലിം ആകുന്ന ആളുകളുണ്ട്. പിന്നെ ചില ആളുകൾ അങ്ങനെ മുന്നോട്ട് പോയി അള്ളാഹ്ക്ക് ഖൗഫും റജാവും ഒക്കെയായി അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടും റബ്ബിൻ്റെ അദാബ് ഭയപ്പെട്ടുകൊണ്ടും റബ്ബിൻ്റെ എന്താ പറയുക വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും അങ്ങനെ ഒരു വിഭാഗം. അങ്ങനെ പിന്നെ അദ്ദേഹം പറഞ്ഞു പോകുന്നത് ഖൗഫും റജാവും അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയാം, വൽ മുഹിബ്, അള്ളാഹുവിനെ സ്നേഹിച്ച് റബ്ബിനെ പ്രണയിച്ച് അള്ളാഹുവിൽ ലയിച്ച് അങ്ങോട്ട് പോകുന്ന ആ ഒരു വിഭാഗത്തെ പറ്റി, വൽ മുഹിബ്ബു യഅമലു ബിബദ്ലിൽ മജ്ഹൂദി ഷൗഖൻ ഇലൽ മഹ്ബൂബ്. നമ്മളൊക്കെ പലപ്പോഴും അമൽ ചെയ്യുക, പടച്ചോൻ നരകത്തിലിടും, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് നരകത്തിലിടും, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു നരകത്തിലിടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഹൗഫ് മാത്രം. അത് തെറ്റാണെന്നുള്ള സംഗതിയല്ല, അതൊരു ദറജ മാത്രമാണ് ഈമാൻ്റെ. നേരെ കുറച്ച് മഹബൂബിലേക്കുള്ള ഷൗഖനാൽ ഫയസ്സുലു അലൈഹി സ്വാബ്. ചില പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പം പ്രയാസമുള്ള സംഗതികളൊക്കെ നമ്മളെ പ്രയാസം സഹിച്ചുകൊണ്ട് ചെയ്യും. ഇപ്പോൾ തണുപ്പ് സമയത്ത് സുബഹിസ്കരിക്കാൻ പോവുക, അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് ളുഹ്റിസ്കരിക്കാൻ പോവുക, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായി തോന്നുക. പക്ഷേ ആ പ്രയാസവും നമ്മൾ ചെയ്യുന്നത് എന്താ, അല്ലെങ്കിൽ പടച്ചോൻ നരകത്തിലൂടെ ശിക്ഷിക്കുന്നുള്ള ഭയം കൊണ്ടാണ്, അല്ലെങ്കിൽ പടച്ചോൻ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം തരുന്നുള്ള ആശ കൊണ്ടാണ്. പക്ഷേ യഥാർത്ഥ മഹ്ബൂബ് ഷൗഖൻ ഇലൽ മഹ്ബൂബ്, അള്ളാഹുവിലേക്കുള്ള ഹുബ്ബ്, റബ്ബിലേക്കുള്ള ആ അള്ളാഹുവെ അവൻ പ്രണയത്തിൻ്റെ പാത്രമായി കാണുക. ആ പ്രണയപാത്രത്തെ പുൽകാനുള്ള വ്യഗ്രതയിലാണ് അവൻ. അപ്പോൾ അവന് ഒരു ചൂടും ഒരു തണുപ്പും അവന് വിഷയമല്ല, അത് സഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഖുർറത്തു ഐനി ഫിസ്വല എന്ന് പറഞ്ഞില്ലേ, നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ വലിയൊരു ബാധ്യത നിർവഹിക്കുന്ന പോലെയാണ്. നമുക്കൊക്കെ പലപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ വലിയൊരു ബാധ്യത, ഒരു ബേർഡൻ, അത് എന്താ പറയുക, ലോഡഡ് ഡൗൺ ആയ ഒരു പ്രതീതി നമുക്കൊക്കെ ഉണ്ടാവും. നിസ്കരിച്ചോ നമ്മൾ ഫ്രീ ആയി നടത്തും. അപ്പോൾ നിസ്കാരം എന്നുള്ള ഒരു എന്താ പറയുക, ഇന്നഹാല കബീറ ഇല്ല അൽ ഖാശഈൻ, അത് വലിയൊരു ബേജാറ്, വലിയൊരു ഒരു ഇടങ്ങേറുള്ള ഒരു സംഗതിയാണ് നിസ്കാരം. ആ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു, വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക, ഒരു ബേർഡൻ, വലിയൊരു ബാധ്യത, ഒരു ഭാരം നമ്മളെ മേത്തുനിന്ന് ഒഴിഞ്ഞു, ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു എന്നുള്ള ഒരു സമാധാനമാണ്. അത് ശരിയായ ഒരു ഈമാനല്ലല്ലോ. നമ്മളിങ്ങനെ ശരിക്കും വിലയിരുത്തുകയാണെങ്കിൽ ഞാനും നിങ്ങളും എവിടെയുള്ളത്? നമുക്ക് ശരിക്കും അങ്ങനെയല്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് നമുക്കൊരു ഷൗക്ക്, ഖുർറത്തു ഐനി ഫിസ്വല, നിസ്കാരത്തിൽ കൺകുളിർമ, നിസ്കരിക്കാനുള്ള ഒരു വെമ്പൽ, നിസ്കരിക്കാനുള്ള വ്യഗ്രത, നിസ്കാരം എന്ന് കേൾക്കുമ്പോഴൊക്കെ ആസ്വദിക്കാൻ, എൻജോയ് ചെയ്യാനുള്ള മാനസികാവസ്ഥ, അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതല്ല നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, അസർ വാങ്ങ് കൊടുത്തു, നിസ്കാരം കഴിയുമ്പോൾ നിസ്കരിച്ചു എന്നുള്ള റാഹത്ത്, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ബാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ കൃത്യസമയത്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ സമയത്തിനൊക്കെ ചെയ്തു തീർക്കേണ്ട ഒരു ബാധ്യത നിർവഹിച്ചു, ഒരു ആസ് ഇഫ് വി ആർ റിലീവ്ഡ് എന്നുള്ള ഒരു ഫീൽ മാത്രമാണ്. നമുക്ക് വലിയൊരു ഭാരം ഒഴിഞ്ഞു, ഒരു വലിയ ഭാരം തലയിൽ നിന്ന് എടുത്തു മാറ്റി എന്നുള്ള ഭാരം എന്താ പറയുക ഒഴിവാക്കി എന്നുള്ള ഒരു സമാധാന റിലീഫാണ് പലപ്പോഴും നിസ്കരിച്ച് കഴിഞ്ഞാൽ പലർക്കും നമുക്ക് കിട്ടുക. ശരിക്കും അത് ഈമാൻ്റെ ഒരു ശരിയായ ദർജയിലാണോ നമ്മളുള്ളത്? ഇമാം ഷാത്വബി തങ്ങൾ വിവരിക്കണം, ഒരിക്കലുമല്ല. ശരിക്കും നമ്മൾ ശരിയായ ഡിഗ്രിയിലേക്ക് ഏത് കാര്യവും, നിസ്കാരം എന്ന് മാത്രം ഒരു ഉദാഹരണം പറയാം, അതിൽ നമ്മൾ പിന്നെ അള്ളാഹുവിൻ്റെ അബിതായി അത് ആസ്വദിച്ചും അനുഭവിച്ചും ചെയ്യുമ്പോൾ ശരിയായ ആ ഒരു ഡിഗ്രിയിലേക്ക് നമ്മൾ ഉയരണം. അപ്പോൾ പറഞ്ഞു വന്നതിനർത്ഥം അള്ളാഹു തആല നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച, അതായത് നമ്മളോട് കൽപ്പിച്ച റബ്ബിൻ്റെ ശരീഅത്ത് അള്ളാഹു, അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ ആ രൂപത്തിൽ, ആ ശരിയായ അളവിലും അർത്ഥത്തിലും ആ മാത്രയിലും രീതിയിലും തന്നെയാണോ നമ്മൾ മുസ്ലിമും മുഅ്മിനും ഒക്കെ ആയത് എന്ന് ആത്മവിചിന്തനം നടത്തണമെന്ന് ഹിക്മത്തിൻ്റെ ഒരു
ഈ ഹിക്മത്തിൻ്റെ ഒരു നിഴലിൽ നിന്നുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ, ആത്മവിചിന്തനം ചെയ്യാനുള്ളൊരവസരം കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായിട്ട് ചെറിയൊരു സംഭവം പറയാം. ഞാൻ ഒരിടത്ത് വായിച്ചതാണ്. മഹാനായ ഷഹീദുൽ മെഹ്റാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആധുനിക ലോകത്തെ വളരെ പ്രഗത്ഭരായ പണ്ഡിതരിൽ പ്രധാനിയായിരുന്ന ഡോക്ടർ സയ്യിദ് റമദാൻ ബൂത്തി. അദ്ദേഹം സിറിയൻ പണ്ഡിതനാണ്. ഡമസ്കസിൽ പള്ളിയിൽ വെച്ചാണ്, മെഹ്റാബിൽ വെച്ചാണ് അദ്ദേഹം ഒരു ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് മുമ്പ് വായിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം, അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട്. 1967 അറബ് ഇസ്രായേൽ വാർ നടന്നു, യുദ്ധം നടന്നു, ഇസ്രായേൽ സിറിയ യുദ്ധം. അപ്പോൾ ആ യുദ്ധത്തിൽ ശരിക്ക് സിറിയൻ പട്ടാളക്കാർ അറബ് പട്ടാളക്കാർക്ക് വലിയ പരാജയമാണ് ഉണ്ടായത്. ആ യുദ്ധത്തിൽ, ആ ഒരു യുദ്ധത്തിൽ, എല്ലാ യുദ്ധങ്ങളിലും നല്ല ആ നടന്ന ആ സംഭവം, ഈ പറഞ്ഞ സംഭവം നടന്ന സ്പെസിഫിക് ഇവന്റിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ തിരിച്ചടി നേരി അറബ് പട്ടാളക്കാർക്ക്, സിറിയൻ പട്ടാളക്കാർക്ക്. ഈ സിറിയൻ പട്ടാളക്കാർക്ക് വലിയ സെറ്റ് ബാക്ക്, വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. അതിൽ ഇസ്രായേൽ സൈനികർക്കാണ് അതിൽ വിജയം ഉണ്ടായത്. അങ്ങനെ ആ യുദ്ധമുഖത്തിൽ നിന്ന് ജീവൻ കിട്ടിയ എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ കുറച്ച് അറബ് പട്ടാളക്കാർ, സിറിയൻ പട്ടാളക്കാർ ഇങ്ങനെ മടങ്ങി വരികയാണ്. അപ്പോൾ ഡമസ്കസിലേക്ക് അവർ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരിടത്ത് അവർക്ക് നിസ്കരിക്കാനുള്ള സമയമായി. അപ്പോൾ ഈ സംഭവത്തിൽ പങ്കാളികളായ, ഒരു ചെറിയ സംഭവമാണ്, അതിൽ പങ്കാളികളായ ഒരു പട്ടാളക്കാരനും സിറിയൻ പട്ടാളക്കാരൻ പിന്നീട് സയ്യിദ് റമദാൻ ബൂത്തിയോട് ആ സംഭവം അദ്ദേഹം കോട്ട് ചെയ്യാൻ പറയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പം സയ്യിദ് റമദാൻ ബൂത്തി അതിന് കൊടുക്കുന്ന റെസ്പോൺസ്, അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ പട്ടാളക്കാരൻ പറയാണ്, അങ്ങനെ ഞങ്ങൾ യുദ്ധത്തിൽ, ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഞങ്ങൾ തോറ്റ്, നമുക്ക് തിരിച്ചടികൾ നേരിട്ട് നമ്മൾ വേദനയോടുകൂടി, പ്രണീത ഹൃദയങ്ങളോടെ, വിഷമത്തോടുകൂടി തിരിച്ചു വരികയാണ്. അങ്ങനെ ഞങ്ങൾ നിസ്കരിക്കാൻ സമയമായപ്പോൾ ഞങ്ങൾ ഓപ്പണായിട്ടുള്ള ഏതോ സ്പേസിൽ നിസ്കരിക്കാൻ വേണ്ടി, പള്ളിയൊന്നും ഇല്ലാത്തൊരു സ്ഥലം നടത്തും, നിസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ, സൗകര്യങ്ങളുണ്ടോ നോക്കി ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ നിസ്കരിക്കുക. അപ്പോൾ ഇത് കണ്ട ചില ആളുകൾ അവിടെ അമുസ്ലിമീങ്ങളായ, നോൺ മുസ്ലിംസായ ക്രിസ്ത്യൻസോ ജ്യൂസോ ഒക്കെ ആവാം, ജൂതരോ ക്രിസ്ത്യാനികളോ ഒക്കെ ആവാം, അപ്പോൾ അവർ നമ്മളെ കണ്ട് പരിഹസിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവർ പരിഹസിച്ചു, നിങ്ങളിപ്പോൾ എന്താ ചെയ്തത്? മുസ്ലിമീങ്ങളായ പട്ടാളക്കാർ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കുന്നു. എന്തിന്? ആർക്ക്? ഞങ്ങളുടെ ദൈവത്തിന്, അള്ളാഹുവിന്. അപ്പോൾ ഇവർ നോൺ മുസ്ലിംസായ ഈ ആളുകൾ ഇവരെ കളിയാക്കി, പരിഹസിച്ചു. നിങ്ങളിപ്പോൾ യുദ്ധം കഴിഞ്ഞ് വരുന്ന പട്ടാളക്കാരല്ലേ? അതെ, നിങ്ങൾക്ക് യുദ്ധത്തിൽ ഇപ്പം ജയമോ പരാജയമോ? ഞങ്ങൾക്ക് തോൽവിയാണ്, പരാജയമാണ്, തിരിച്ചടിയാണ്. അപ്പോൾ വിജയം നേടിയത് ആരാണ്? ശത്രുപക്ഷം. അപ്പോൾ ശത്രുപക്ഷം വിജയം, നിങ്ങൾ പരാജയം. ഈ പരാജയപ്പെട്ട നിങ്ങൾ ഇനി എന്തിനാണ് ഈ നിസ്കാരം നയിറ്റ് നടക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇനി ആർക്കാണ് നിങ്ങൾ നന്ദി പറയുന്നത്? എന്തിനാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്? നിങ്ങൾ തോറ്റവരല്ലേ? ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്നതിന് അർത്ഥമുണ്ട്. ഇനിയും നിങ്ങൾ ആ ദൈവത്തിന് എന്ത് പറഞ്ഞിട്ടാണ്, എന്ത് ന്യായം വെച്ചിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ ആകെ പ്രയാസപ്പെട്ടു. അവർക്കൊരു സാറ്റിസ്ഫൈങ് ആയ കൃത്യമായൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന ഒരു കുറ്റബോധം. നിസ്കാരമൊക്കെ അവർ ചെയ്തു, പക്ഷെ അവർക്ക് വളരെ വേദനയോടുകൂടി അവിടെ ഈ പരിഹാസ ശരങ്ങളേറ്റ് അവരിങ്ങനെ പോകുന്നു. അത് സയ്യിദ് റമദാൻ ബൂത്തിയോട് അദ്ദേഹം, ഈ പട്ടാളക്കാരൻ പറഞ്ഞു, ഇങ്ങനെ അനുഭവം ഉണ്ടായപ്പോൾ സയ്യിദ് റമദാൻ ബൂത്തി പറഞ്ഞു, നീ ശരിക്ക് നിങ്ങളവിടെ മൗനം പാലിക്കല്ല വേണ്ടത്. ആ പട്ടാളക്കാരോട് അല്ലെങ്കിൽ ആ ആളുകളോട് നിങ്ങൾ തിരിച്ചു ചോദിക്കുക, നോൺ മുസ്ലിംസായ അവരോട് നിങ്ങൾ തിരിച്ചു പറയണം, ഞങ്ങൾ ഒരു യുദ്ധത്തിലെ ഒരു ചെറിയ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്രത്യക്ഷത്തിലുള്ള ഒരു യുദ്ധവിജയം എന്നുള്ള അതിനു വേണ്ടിയല്ല ഞങ്ങൾ നിസ്കരിക്കുന്നത്. ഞങ്ങൾ നിസ്കരിക്കുന്നത് ഞങ്ങളുടെ റബ്ബിനുള്ള ശുക്റാണ്. ആ റബ്ബ് ഞങ്ങളുടെ രക്ഷിതാവ്, അവൻ ഞങ്ങൾക്ക് അനേകം ന്യാമത്തുകൾ ചെയ്തിട്ടുണ്ട്. ന്യാമത്തുകൾ ചെയ്തതിന് മാത്രമല്ല, അള്ളാഹു ഞങ്ങളോട്, ഞങ്ങളുടെ ദൈവമായ അല്ലെങ്കിൽ തമ്പുരാനായ, നാഥനായ, ആരാധ്യനായ അള്ളാഹു ഞങ്ങളോട് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിരുപാധികം അവന് ചെയ്തു കൊടുക്കേണ്ട ഒരു കടമയാണ്. ഇനിയിപ്പോൾ അള്ളാഹു ഞങ്ങളെ കൈയൊഴിഞ്ഞു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളെ അള്ളാഹു ഇപ്പോഴും രക്ഷിച്ചിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ ചെയ്യേണ്ടതുപോലെ യഥാർത്ഥ ഇസ്ലാമിനെ പാലിച്ച, യഥാർത്ഥ ഇസ്ലാമിനെ കൊണ്ടു നടന്നവരൊന്നും അല്ല ഞങ്ങൾ. ഒരുപാട് വീഴ്ചക്കാരാണ് ഞങ്ങൾ. ഒരുപാട് വീഴ്ചകളും അബദ്ധങ്ങളും വീഴ്ചകളും തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങളുണ്ട്. എന്നിട്ടും പടച്ചോൻ ഞങ്ങളെ ജീവനോടുകൂടി ഇവിടെ എത്തിച്ചല്ലോ. അല്ലെങ്കിൽ ഞങ്ങളെ മറ്റുള്ള അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചോൻ തന്നിട്ടുണ്ടല്ലോ. അതിന് നന്ദി തന്നെ ഞങ്ങൾ ജീവിതകാലം മുഴുവനും സാഷ്ടാംഗത്തിൽ കിടന്നാലും സുജൂദിൽ കിടന്നാലും അതിനുള്ള നന്ദിയൊന്നും ആവുന്നില്ല. അപ്പം ഞങ്ങൾ ഈ ചെയ്തത് അത് ഒരിക്കലും ഔട്ട് ഓഫ് പ്ലേസ് അല്ല. അത് ഞങ്ങൾ ചെയ്യേണ്ടതാണ്, ഞങ്ങളുടെ കടമയാണ്. അതിനപ്പുറം ചെയ്യേണ്ടത് ഞങ്ങളത് വീഴ്ച മാത്രമേ ഇപ്പോഴും വരുത്തിയിട്ടുള്ളൂ എന്ന അർത്ഥത്തിലാണ് നിങ്ങളതിന് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പട്ടാളക്കാരന് ശരിക്കും അതിൻ്റെ ഉൾക്കാഴ്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തുറന്നത്. ശരിയാണല്ലോ. അപ്പോൾ ഇത് ചെറിയൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു പട്ടാളക്കാരൻ്റെ മാനസികാവസ്ഥയിലാണ് ഇത് പലപ്പോഴും. നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്നു പടച്ചവനോട്, നമ്മൾ കുറേ ദുആ ചെയ്യുന്നു, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പറയുന്നു. പക്ഷേ ഇപ്പോഴും കാതടപ്പിക്കുന്ന ശബ്ദമാണ് നമുക്ക് അത്തരം ഇടങ്ങളിൽ നിന്ന് കാണുന്നത്. ബോംബുകൾ വീഴുന്നു, മിസൈലുകൾ വന്ന് പതിക്കുന്നു, ജനലക്ഷങ്ങൾ അവർ മരിച്ചു വീഴുന്നു, അനാഥരാകുന്നു, വിധവകളാകുന്നു, പള്ളികൾ തകർക്കപ്പെടുന്നു. ഇങ്ങനെ നമ്മൾ കഥകളാണ് ഇങ്ങു നിന്നും കേൾക്കുന്നത്. വിജയബേരി എവിടെ മുഴങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് നിരാശ വരികയാണ്. പക്ഷേ പാടില്ല.
നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ തെറ്റ്, നമ്മളെ തന്നെ പ്രതികൂട്ടി നിർത്തുക. അള്ളാൻ്റെ വാഗ്ദാനം പടച്ചവൻ പാലിക്കണില്ല എന്ന മുറവിളി കൂട്ടുന്നതിന് മുമ്പ്, പരാതിപ്പെടുന്നതിന് മുമ്പ്, അത് പരാതിപ്പെടുക എന്ന് പറഞ്ഞാൽ മുറവിളി കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഇങ്കിലാബ് വിളിക്കുക എന്നുള്ളതല്ല. നമ്മുടെ മനസ്സിൻ്റെ ഒരു മുറവിളി, മനസ്സിനകത്ത് നമുക്കൊരു പരാതി, ഒരു സംശയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു തരം വല്ലാത്തൊരു പാതകമാണ്. അതിന് പകരം നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ വീഴ്ചയാണ്. അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ നിന്ന് അതിക്രൂരമായ താഠന പീഡന മുറകൾ അനുഭവിക്കുന്നുണ്ട്. മക്കയിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ത്വായിഫിലെത്തുന്ന നബി തങ്ങൾക്ക് കിട്ടുന്നത് സഹായമല്ല, അതിക്രൂരമായ താഠന പീഡന മുറകളും പരിഹാസങ്ങളുമാണ്. അപ്പോൾ ത്വായിഫിലെ മലമടക്കുകൾക്കിടയിലിട്ടുകൊണ്ട് ഈ ത്വായിഫ് ജനതയെ നശിപ്പിക്കട്ടെയോ റസൂലെ, അങ്ങയുടെ സമ്മതം മതി, അങ്ങൊന്ന് സമ്മതം പറഞ്ഞാൽ ഈ കൗമിനെ നിശേഷം നശിപ്പിക്കാൻ റബ്ബിൻ്റെ ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ നടക്കും, നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞാൽ എന്താ? ഒരിക്കലും വേണ്ട. അല്ലാഹുമ്മ ഗഫിർ ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ഒരിക്കലും അവരെ നശിപ്പിക്കരുത്. അള്ളാഹു ഇവർക്ക് പുറത്തു കൊടുക്കുക, വിവരക്കേട് കൊണ്ട്, വിവരദോഷം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്. അവർക്ക് അനുകൂലമായി അവരുടെ നന്മക്കും അവരുടെ മോചനത്തിനും അവരിൽ നിന്ന് പിൽക്കാലത്തെങ്കിലും സന്മാർഗം പുൽകുന്നവർ ഉണ്ടായേക്കുമോ എന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുക. എന്നാൽ അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥന ഹദീസ് ഗ്രന്ഥങ്ങളിലും സീറകളിലും താരീഖുകളിലും ഒക്കെ ഉണ്ട്. നബി തങ്ങൾ പറയുന്നത് അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ അള്ളാഹുവോട് പറയും, അള്ളാഹുവേ, എനിക്ക് നിന്നോട് പരാതി പറയാനുള്ളത് എൻ്റെ ദൗർബല്യം. അള്ളാഹുവെ, ഞാൻ എന്തെങ്കിലും ഒരു മോശക്കാരനാണോ, എൻ്റെ എന്തെങ്കിലും വീഴ്ച കൊണ്ടാണോ, എൻ്റെ എന്തെങ്കിലും കുറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നീ എന്നോട് പൊറുക്കണം. ഞാൻ ദുർബലനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ദുർബലനാണ്, ഞാൻ ബലം കുറഞ്ഞ ആളാണ്, എൻ്റെ എന്തെങ്കിലും വീഴ്ച കൊണ്ടാണ്, എൻ്റെ എന്തെങ്കിലും കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അപ്പോഴും അള്ളാഹുവിനോട് ഒരിക്കലും നന്ദികേട് കാണിക്കുന്നില്ല. പടച്ചോനെ, ഞാൻ നിൻ്റെ നബിയല്ലേ, നിൻ്റെ റസൂലല്ലേ, നിൻ്റെ ദീൻ പറയാൻ ഇറങ്ങിയിട്ടല്ല എനിക്ക് ഏറ് കിട്ടുന്നത്, എനിക്ക് ഈ പീഡന താഠന മുറകളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വരുന്നതെന്ന് പരാതിപ്പെടുകയല്ല, മറിച്ച് എൻ്റെ അടുത്ത് എന്തെങ്കിലും തഖ്സീർ ഉണ്ടെങ്കിൽ പടച്ചോനെ നീ പൊറുക്കുമെന്ന് പറയാം. ഇതാണ് ഈ പ്രവാചക മനസ്സ്. ഇത് മുഅ്മിനീന് മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും റബ്ബിനെ നിരന്തരം ധാരാളമായി സ്മരിക്കുകയും ചെയ്തവർക്ക് നബിതങ്ങളിൽ മാതൃകയുണ്ട്. ഇതൊക്കെയാണ് മാതൃക. ഇതൊക്കെയും ആ മാതൃകയിൽപ്പെട്ടതാണ്. അപ്പോൾ നമുക്കെന്തെങ്കിലും ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അത് വെദർ ഇറ്റ് മേ ബി ഇൻഡിവിജ്വൽ ഓർ അത് ഒരു സമൂഹം എന്ന രീതിയിൽ മുസ്ലിം സമൂഹത്തിനുള്ളതാവട്ടെ, അതല്ലെങ്കിൽ വ്യക്തികൾ എന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തർക്കും ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്കുണ്ടാകുന്നതാവട്ടെ, നമ്മൾ അള്ളാഹനെ കുറ്റപ്പെടുത്തുകയെ അല്ലെങ്കിൽ പടച്ചോ, ചില ആളുകളുണ്ടല്ലോ, ഞാനിങ്ങനെ നിസ്കരിക്കണമെന്ന് മുമ്പ് വിൽക്കണത്, ഇതൊന്നും എനിക്ക് പക്ഷേ പടച്ചോ ഒരു നിയമത്തും തരുന്നില്ല, എനിക്കെപ്പോഴും ബുദ്ധിമുട്ടും പ്രയാസമാണ്, നേരെ വെച്ച് നിസ്കരിക്കാത്ത നോമ്പ് വിൽക്കാത്ത എല്ലാ വൃത്തികേടുകളും ഹറാമുകളും ചെയ്യുന്ന ആളുകൾക്ക് പടച്ചോ ഭയങ്കര നിയമത്ത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പല ആളുകൾ പരാതിപ്പെടുന്നത് കേൾക്കാം. അപ്പോൾ ഒരിക്കലും നമ്മൾ അള്ളാഹുടെ നിയമത്തുകൾക്കും പടച്ചോ നമ്മൾ വിലയിടാൻ പാടില്ല. ഞാനിത് ചെയ്യുന്നു, അതുകൊണ്ട് പടച്ചോ എനിക്ക് നൽകണം എന്ന് ഒരിക്കലും നമ്മളിതിന് വാല്യൂ ചെയ്ത് റബ്ബിനോട് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഒരു അബിതായ, നമ്മളെ അടിമയായ നമ്മൾ പടച്ചോൻ തരുന്നത് നമ്മൾ ദ്വാരക്കേണ്ടതല്ല. പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ ദുആ ചെയ്യണം, റബ്ബിനോട് നിഅമത്തുകൾ ചോദിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അത് പ്രാർത്ഥിക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് പരിഭവമോ റബ്ബിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള സംശയമോ ഒരിക്കലും ജനിക്കരുത്.